സെക്ഷൻ 35 എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. ഈ സെക്ഷൻ 35 അലോസ് ഡിഡക്ഷൻ ഓൺ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. അപ്പം സയന്റിഫിക് റിസർച്ചിൽ ചെലവഴിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലെ. ഇനി എന്താണ് സയന്റിഫിക് റിസർച്ച്? സയന്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ. എക്സ്റ്റൻഷൻ ഓഫ് നോളജ് ഇൻ ദ ഫീൽഡ് ഓഫ് നാച്ചുറൽ ഓർ അപ്ലൈഡ് സയൻസ് ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്. അത് കന്നുകാലികളോട് ബന്ധപ്പെട്ട അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അതുപോലെ അഗ്രികൾച്ചർ, അതുപോലെ അപ്ലൈഡ് സയൻസ്, നാച്ചുറൽ അപ്ലൈഡ് സയൻസ്, ഇതിനകത്തൊക്കെ മുടക്കുന്ന R&Dക്ക് വേണ്ടി ചിലവാകുന്ന പൈസയ്ക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലേ. ഇൻകേർഡ് ഇൻ റിലേഷൻ ടു ബിസിനസ് ഓഫ് ദ അസസി ഓർ കോൺട്രിബ്യൂഷൻ ബൈ ദ അസസി ഫോർ സയന്റിഫിക് റിസർച്ച്, സോഷ്യൽ സയൻസസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. ഓക്കെ, അത് ബിസിനസ് റിലേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യം. അപ്പം നമുക്ക് സയന്റിഫിക് റിസർച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സയന്റിഫിക് റിസർച്ച്, സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, രണ്ട് രീതി ചെയ്യാം. സയന്റിഫിക് റിസർച്ച് ഇൻഹൗസ്, അതായത് നമ്മുടെ ആ ബിസിനസ്സിൽ ഉള്ള സയന്റിസ്റ്റുകളെ മറ്റും വെച്ച് ഇൻഹൗസ് ആയിട്ട് അവർ തന്നെ ചെയ്യുകയും, ഇല്ലെങ്കിൽ ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ മറ്റുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയോ ഇല്ലെങ്കിൽ R&Dയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരെ ഏൽപ്പിക്കുകയോ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് രീതി ചെയ്യാം സയന്റിഫിക് റിസർച്ച്. രണ്ട് രീതിയിൽ വേണം ചെയ്യാം. ഇത് അതിൽ ചെയ്യുന്നത് എക്സ്പെൻസ് അലൗഡ് ഇൻ റിലേഷൻ ഇൻ ഇഫ് റിലേറ്റഡ് അൺറിലേറ്റഡ് ബിസിനസ്. രണ്ട് രീതിയിലായാലും അതിൽ എക്സ്പെൻസസ് അലൗഡ് ആണ്. ഇൻഹൗസ് ആണെങ്കിൽ അത് അപ്രൂവ്ഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ചില ലാബുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലെ ക്യാപിറ്റൽ എക്സ്പെൻസും റവന്യൂ എക്സ്പെൻസും അലൗഡ് ആണ്. അതിന് ആ എക്സ്പെൻസിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതർ ലാബ്സ് ആണെന്നുണ്ടെങ്കിൽ, ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റലും റവന്യൂവും അത് ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ അലൗഡ് ആണ്. ഇനി സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിക് റിസർച്ച് ആണെങ്കിൽ അത് ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ ബിസിനസ് നിന്നും പൈസ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസസ് അലൗഡ് വിത്ത് റിലേറ്റഡ് ഓർ അൺറിലേറ്റഡ് ടു ദി ബിസിനസ് ഓഫ് അസസി. നമ്മൾ പറഞ്ഞു എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ് ആവാം അല്ലേ. അത് റിലേറ്റഡോ അൺറിലേറ്റഡോ ആവാം, അൺറിലേറ്റഡോ റിലേറ്റഡോ ആവാം, ബിസിനസ്സുമായിട്ട് റിലേറ്റഡോ അൺറിലേറ്റഡോ ആയിട്ടുള്ള കാര്യങ്ങളാവാം. അത് സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേറ്റഡ് ആവാം. അപ്പോൾ റിലേറ്റഡ് ടു ബിസിനസ് ആണ് നിങ്ങൾ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 100% ഡിഡക്ഷൻ അലൗഡ് ആണ്. അല്ലാതെയുള്ള കേസിൽ റിലേറ്റഡ് ടു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിലും അത് ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതിൽ ഡിഫോൾട്ട് റിജീമിൽ നിന്നും നിങ്ങൾ വെളിയിൽ വരുവാണെങ്കിൽ, അതായത് 150 ഡിഫോൾട്ട് ന്യൂ റെജീമും ഓൾഡ് റെജീമും ഉണ്ട്. അത് ഓൾഡ് റെജീമിൽ ആണെങ്കിൽ അതിൽ ഡിഡക്ഷൻ കിട്ടും. 115 BACയിൽ നിന്നും നിങ്ങൾ വെളിയിൽ വരുവാണെങ്കിൽ, ഓക്കെ, അത് ഓപ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ, അത് ഓൾഡ് റെജീമിലേക്ക് മാറുവാണെങ്കിൽ അതിൽ ഡിഡക്ഷൻ അലൗഡ് ആണ്. അപ്പം അതിൽ എന്തൊക്കെ വരാം? ഇന്ത്യൻ കമ്പനി ഹൂസ് മെയിൻ ഒബ്ജക്റ്റീവ് സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ച് ചെയ്തൊരു ഇന്ത്യൻ കമ്പനി ആവാം അല്ലേ. ഇല്ലെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ സോഷ്യൽ സയൻസിലും സ്റ്റാറ്റിക് റിസർച്ചിലും അങ്ങനെ അതിനുവേണ്ടി നോട്ടിഫൈഡ് ആയിട്ടുള്ളൂ. അതുപോലെ സയന്റിഫിക് റിസർച്ചിൽ നോട്ടിഫൈ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, കോളേജസ്, റിസർച്ച് അസോസിയേഷൻസ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സയന്റിഫിക് റിസർച്ച്. അതുപോലെ അപ്രൂവ്ഡ് നാഷണൽ ലാബോറട്ടറി, യൂണിവേഴ്സിറ്റീസ്, IITs, IISc, സ്പെസിഫൈഡ് പേഴ്സൺ ഫോർ സയന്റിഫിക് റിസർച്ച്. ചില കേസുകളിൽ ചില വ്യക്തികളെ ആയിരിക്കും അപ്രൂവ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നോബൽ പ്രൈസ് വിന്നർ ആയിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സ്വന്തമായിട്ട് അയാൾ റിസർച്ച് ചെയ്ത് പേറ്റന്റ് ഉള്ളവരാണെന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു വ്യക്തികൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള എല്ലാ കേസിലും 100% 100% സം പെയ്ഡ് അലൗഡ് ആണ്. സെക്ഷൻ 35(1)(1) ഇൻഹൗസ് റിസർച്ച് ക്യാരിഡ് ഓൺ ബൈ SSC, അത് റിലേറ്റഡ് ടു ബിസിനസ് ആയിട്ടുള്ള. അപ്പം അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ 100% ഡിഡക്ഷൻ ആണ്. അപ്രൂവ്ഡ് ലാബ്സ് ആണെങ്കിൽ 100% ഡിഡക്ഷൻ കിട്ടും റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇത് പോസ്റ്റ് കമൻസ്മെന്റ്, ആഫ്റ്റർ കമൻസ്മെന്റ്. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഒന്ന് റിസർച്ച് ചെയ്യുകയല്ല. റിസർച്ച് ചെയ്ത് അത് ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പീരീഡിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് എക്സ്പെൻസ് വരും. അത് പ്രീ കമൻസ്മെന്റ്, പ്രീ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വരാം. പോസ്റ്റ് കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ദിവസം തൊട്ടുള്ള പോസ്റ്റ് കമൻസ്മെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കമൻസ്മെന്റ് ബിസിനസ് തൊട്ടുള്ള അതിനുശേഷമുള്ള കാര്യങ്ങൾ. എനി റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഹൗസ് സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ് ഇസ് അലൗഡ് 100% ആസ് ഡിഡക്ഷൻ ഇൻ ദ ഇയർ. ഏത് വർഷമാണോ ഓക്കെ അത് ഇൻകർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനി റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഹൗസ് സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ് ഇസ് അലൗഡ്. ഏത് പ്രീവിയസ് ഇയറിലാണോ
അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകർ ആവുന്നത് 100% ഡിഡക്ഷൻ അലൗഡാണ്. ഓക്കെ, ഇത് പോസ്റ്റ് കമൻസ്മെന്റ് ആണ്. ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ്, പ്രീ കമൻസ്മെന്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിംഗ് 3 previous years immediately before commencement of the business, അത് അലൗഡാണ്. അതിൻ്റെ റവന്യൂ എക്സ്പെൻസസ് അലൗഡാണ്. പേയ്മെന്റ് അതിൽ ആ പ്രീ കമൻസ്മെന്റ് 3 ഇയറിൽ എന്തൊക്കെയാണ് അലൗഡ്? പേയ്മെന്റ് ഓഫ് സാലറി എക്സ്ക്ലൂഡിംഗ് പെർക്സ് അത് അലൗഡ് അല്ല. സാലറി ഫോർ റിസർച്ച് പേഴ്സണൽ എൻഗേജ്ഡ് ഇൻ സയന്റിഫിക് റിസർച്ച്. പിന്നെന്താണ്? ഓൺ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഇൻപുട്സ്, റോ മെറ്റീരിയൽസ്. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ ആവശ്യമാണ്. ആ റോ മെറ്റീരിയൽസിന് വരുന്ന എക്സ്പെൻസസ് അലൗഡാണ്. ഫോർ സച്ച് റിസർച്ച് വിൽ ബി അലൗഡ് as reduction in the year in which the business is commenced. ഓക്കെ, അപ്പം ഈ പറയുന്ന എക്സ്പെൻസ് അലൗഡ് ആവുന്ന എന്നാണ്? ബിസിനസ് കമൻസ് ചെയ്യുന്ന വർഷം ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്ന കഴിഞ്ഞ 3 കൊല്ലത്തെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. സബ്ജക്ട് ടു ദ എമൗണ്ട് സർട്ടിഫൈഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന എക്സ്പെൻസസ് ഇൻകർ ചെയ്തു എന്നുള്ളത് ഇന്നത് അലൗഡ് ആണ് എന്ന് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി, ഇൻകം ടാക്സ് അതോറിറ്റീസ് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ മാത്രമേ അതിന് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഇനി സെക്ഷൻ 35(1)(4) ആൻഡ് സെക്ഷൻ 35(2) ഇതിലെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻഹൗസ് റിസർച്ചിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞത്. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറെ പറ്റിയാണ് പറയുന്നത്. ഇൻഹൗസ് എക്സ്പെൻഡിച്ചറിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറെ പറ്റി പറയും. ഇതിന് എക്സെപ്റ്റ് ലാൻഡ് ആൻഡ് ഇൻവെസ്റ്റ് ഓൺ ലാൻഡിന് വേണ്ടി മുടക്കിയ പൈസയ്ക്കോ അല്ലെങ്കിൽ ആ പറയുന്ന ലാൻഡിന് വേണ്ടി മുടക്കിയ പൈസയ്ക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റിനോ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുകയില്ല. ആഫ്റ്റർ കമൻസ്മെന്റ് ബിസിനസ്, അപ്പോൾ നമ്മൾ അത് രണ്ടായിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആഫ്റ്റർ കമൻസ്മെന്റ്, ബിഫോർ കമൻസ്മെന്റ്. അപ്പോൾ ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ് എനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ സയന്റിഫിക് റിസർച്ച് എക്സ്ക്ലൂഡിംഗ് എക്സ്പെൻസസ് ഓൺ ലാൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ് റിലേറ്റഡ് ടു ബിസിനസ് ഓഫ് ദ അസസി വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ 100% ഇൻ ദ ഇയർ ഇൻ വിച്ച് occurred. ആഫ്റ്റർ കമൻസ്മെന്റ് ആണെങ്കിൽ ഏത് കൊല്ലം ഏത് പ്രീവിയസ് ഇയറിലാണോ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ആയത് അതിൽ 100% ഡിഡക്ഷൻ കിട്ടും. അതായത് ഇതിൽ അർത്ഥം എന്താണ്? ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നിങ്ങൾക്ക് ഡിഡക്ഷന് അലൗബിൾ ആണ് സയന്റിഫിക് റിസർച്ചിന്റെ കേസിൽ. ഓക്കെ, അതുപോലെ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ സാലറിയും അതുപോലെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റും അലൗഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കേസിൽ എന്താണ്? എനി ക്യാപിറ്റൽ expenses incurred other than land immediately prior to 3 years of commencement of the business is deemed to have been incurred in the year which business commenced. ഏത് കൊല്ലമാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കമൻസ് ചെയ്യുന്നത്, ആ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ 3 കൊല്ലത്തെ ആ ഡേറ്റ് തൊട്ട് പുറകോട്ട് 3 കൊല്ലം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2025 സെപ്റ്റംബറിലാണെങ്കിൽ പുറകോട്ട് 3 കൊല്ലം. ഓക്കെ, ആ സെപ്റ്റംബർ തൊട്ട് പുറകോട്ട് 3 കൊല്ലം. അങ്ങനെയുള്ള 3 കൊല്ലം ഉണ്ടാവുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സെപ്റ്റ് ലാൻഡ് ഈസ് അലൗഡ് ഡിഡക്ഷൻ ഇൻ ദാറ്റ് ഇയർ. അപ്പം അത് ബിസിനസ് കമൻസ് ചെയ്യുന്ന ഇയറിൽ അത് അലൗഡ് ആണ്, സബ്ജക്റ്റ് ടു അപ്രൂവൽ ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. ഓക്കെ, ഇപ്പൊ സെക്ഷൻ 35(2)(4) പറയുന്നത് എന്താണ്? ഇത് ഈ ഒരു കേസിൽ അണ്ടർ സെക്ഷൻ 32 ഡിപ്രിസിയേഷൻ അലൗഡ് അല്ല. അപ്പം ഈ 35 നമ്മൾ സെക്ഷൻ 35 ഏതെങ്കിലും ക്ലോസ് അനുസരിച്ച് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ സെക്ഷൻ 32 അലൗബിൾ അല്ല. നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് അണ്ടർ സെക്ഷൻ 32 ഓൺ സച്ച് അസറ്റ്സ് വേർ ഡിഡക്ഷൻ ഇസ് ഓൾറെഡി അവൈൽഡ് ഇൻ എനി പ്രീവിയസ് ഇയേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഡിഡക്ഷൻ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 32 ആപ്ലിക്കബിൾ അല്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് കമൻസ് ചെയ്യുന്നത് 24-25 സെപ്റ്റംബറിലാണ് ഇരിക്കട്ടെ. ഓക്കെ, ബിസിനസ് കമൻസ്ഡ്. അപ്പോൾ ഈ വർഷം തൊട്ട് 3 കൊല്ലം പുറകോട്ട് എടുക്കണം പ്രിയർ ടു ഉള്ള കേസ് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ പുറകോട്ട് വരുമ്പോൾ എന്താണ്? 23-24 സെപ്റ്റംബർ വന്നു, 22-23 സെപ്റ്റംബർ വന്നു. ഓക്കെ, അപ്പോൾ 2 കൊല്ലമായി. അടുത്ത് എന്താ? 21-22 സെപ്റ്റംബർ വന്നു. അപ്പം അപ്പോൾ ഈ 3 കൊല്ലം എന്ന് പറഞ്ഞ് 21-22 സെപ്റ്റംബർ തൊട്ട് 3 കൊല്ലമാണ് വരുന്നത് അല്ലേ? 21-22 സെപ്റ്റംബറും 20-23 സെപ്റ്റംബർ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് 1 ഇയർ ആയി. അടുത്ത കൊല്ലം ഏതാണ്? 22-23 സെപ്റ്റംബർ തൊട്ട് 23-24 സെപ്റ്റംബർ 2 കൊല്ലമായി. 23-24 സെപ്റ്റംബർ തൊട്ട് 24-25 സെപ്റ്റംബർ 3 കൊല്ലമായി. ഈ 3 കൊല്ലത്തേക്ക് എന്താണ്? നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു, അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇത് അലൗഡ് ആണ്. പക്ഷെ ഇതിനകത്തൊരു കേസുണ്ട്. വേറൊരു കേസ് നമ്മൾ പറഞ്ഞു, ഏത് ഇയറിലാണോ ഇത് കമൻസ് ചെയ്യുന്നത് ആ ഇയറിൽ ബിസിനസ് കമൻസ് ചെയ്യുന്ന പോലെ ക്യാപിറ്റലും റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ടും അലൗഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് തുടക്കത്തിലേ പറഞ്ഞ ആദ്യം പറഞ്ഞത് ഇൻഹൗസ് റിസർച്ചിൽ എന്താ പറഞ്ഞത്? ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ്
എനി റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ ദ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ് അലോഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ എന്താണ്, ആഫ്റ്റർ കമൻസ്മെന്റ് ബിസിനസ് എനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് അലോഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന ആ ഒരു പ്രീവിയസ് ഇയറിൽ, ഇപ്പോൾ 24-25 സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും മാർച്ച് തൊട്ട് അവിടെ അലോഡാണ്. അതുകൊണ്ട് ഈ പീരീഡ് മാർച്ച് തൊട്ട് സെപ്റ്റംബറിലുള്ള പീരീഡ് സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മൾ ഇങ്ങോട്ട് പുറത്ത് നോക്കിയാൽ മതി. നമ്മൾ ഈ 24-25 സെപ്റ്റംബറിലാണ് കമൻസ് ചെയ്തെങ്കിലും ആ കൊല്ലം തൊട്ട് 3 കൊല്ലം പുറത്ത് എടുത്താൽ തന്നെയും ശരിക്കും മാർച്ച് തൊട്ട് പുറത്ത് എടുത്താൽ മതി. കാര്യം ഓൾറെഡി മാർച്ച് തൊട്ടുള്ള ആ പ്രീവിയസ് ഇയറിൽ ഇത് അലോഡാണ് ഓൾറെഡി. അതുകൊണ്ട് അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പം നമ്മൾ ഏത് ദിവസമാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പ്രീവിയസ് ഇയറിൽ അതുകൊണ്ട് 3 കൊല്ലം പുറത്ത് എടുക്കുമ്പോൾ ആ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് വരെ ഇത് ക്യാപിറ്റൽ സാലറിയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ റോ മെറ്റീരിയലും അലോഡാണ് ഈ കേസിൽ. ഓക്കെ, ഇനി ഡിഡക്ഷൻ ഓൺ പ്രീ കമൻസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഷാൽ ബി അലൗഡ് ഇൻ ദ ഇയർ ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ് വിത്ത് ദ എക്സ്റ്റെന്റ് സർട്ടിഫൈഡ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അപ്പം ഈ പറയുന്ന ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ അത് ഈ പറയുന്ന ഡിഡക്ഷൻസ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അത് അലൗഡ് ആയിട്ടുള്ളൂ. അസസി മസ്റ്റ് ഇൻകർ എക്സ്പെൻസസ് ഓൺ സയന്റിഫിക് റിസർച്ച്. ആക്ച്വലി ഈ എക്സ്പെൻസ് ഇൻകർ ചെയ്തിരിക്കണം. ഓക്കെ, ആക്ച്വൽ പേയ്മെന്റ് ഇസ് നോട്ട് കമ്പൽസറി. അക്രൽ ബേസിസ് ഓൾസോ അലൗഡ്. അത് നമ്മൾ ആക്ച്വലി എക്സ്പെൻസ് ഇൻകർ ചെയ്യണം. അത് ഡ്യൂ ആയാലും മതി. ഡ്യൂ ആയാലും ആക്ച്വൽ പേയ്മെന്റ് ഇസ് നോട്ട് കമ്പൽസറി. പൈസ പേ ചെയ്യണമെന്നില്ല. അത് ഡ്യൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. അസസി ഇസ് നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ബൈ മിയർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ടു ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ഫ്രം ബിസിനസ് പർപ്പസ് ടു സയന്റിഫിക് റിസർച്ച് പർപ്പസ്. നിങ്ങൾ ബിസിനസ് പർപ്പസിൽ നിന്ന് സയന്റിഫിക് റിസർച്ചിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബുക്കിൽ മാത്രം ഉണ്ടായാൽ പോലെ ആക്ച്വലി ചെയ്തിരിക്കണം. No depreciation under 32 will be allowed on any capital asset whose cost has been allowed as reduction under section 35 to 35(2)(4). അപ്പം സെക്ഷൻ 35 നിങ്ങൾ റിഡക്ഷൻ ക്ലെയിം ചെയ്യുവാണെങ്കിൽ സെക്ഷൻ 32 ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ദ ക്യാപിറ്റൽ അസറ്റ് മസ്റ്റ് ബി complete in all respects and used for scientific research in the previous year itself to get reduction under section 35. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, നിങ്ങൾ ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നില്ല. ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ദാറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഫോർ ദ യൂസ് ഓഫ് സയന്റിഫിക് റിസർച്ച് ടു ബി കംപ്ലീറ്റഡ് ആൻഡ് യൂസ് ഫോർ ദ പ്രീവിയസ് ഇയർ ടു ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35. ഒരു ബിൽഡിംഗ് ചെയ്യുന്ന ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി ചെയ്ത് അതിന്റെ പെയിന്റൊക്കെ അടിച്ച് എല്ലാം ചെയ്താൽ മാത്രമേ അതിന്റെ ഡിഡക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, അല്ലാതെ തന്നെ ഇൻ കേസ് മൊത്തം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അൺഅബ്സോർബ്ഡ് research capital expenditure can be set off and carried forward, same as unabsorbed depreciation, same treatment of depreciation. Okay, 35(4) പറയുന്നതാണ് ഇത് ഏതെങ്കിലും കാരണവശാൽ അൺഅബ്സോർബ്ഡ് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇരിക്കട്ടെ, നിങ്ങൾക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ നിങ്ങളെ ഇൻകം PGBP ഇൻകം എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, ആ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഇത് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല. ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും, അത് അൺഅബ്സോർബ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അൺഅബ്സോർബ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ സെയിം ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്രിസിയേഷൻ അതേ ട്രീറ്റ്മെന്റ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 35(4) പറയുന്നതാണ് ക്യാരി ഫോർവേഡ് ഓഫ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. ഇഫ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് കനോട്ട് ബി അബ്സോർബ്ഡ് ഫുള്ളി ബൈ ദ ബിസിനസ് പ്രോഫിറ്റ്സ് ഓഫ് ദ relevant PY. PGBP ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കുറവാണ്. അത് ഫുള്ളി ആയിട്ട് സയന്റിഫിക് റിസർച്ചിന്റെ എക്സ്പെൻസ് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു ദ ഇമ്മീഡിയറ്റ്ലി സക്സീഡിംഗ് പ്രീവിയസ് ഇയേഴ്സ് ആൻഡ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ അലവൻസ് ഫോർ ദ ഇയർ ആൻഡ് ദർ ഇസ് നോ ടൈം ലിമിറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ചെയ്ത് അത് നമ്മുടെ എന്താ നെക്സ്റ്റ് ഇയറിലെ PGBP ഇൻകത്തിൽ നിന്നോ മറ്റ് ഹെഡിൽ നിന്നോ ഇത് കുറയ്ക്കാവുന്നതാണ്. ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഓൺ ദിസ് ആൻഡ് ക്യാൻ ബി അലൗഡ് ഫോർ ദ പ്രീവിയസ് ഇയർ അഗൈൻസ്റ്റ് എനി ഹെഡ് ഓഫ് ഇൻകം അതർ ദാൻ സാലറി. സാലറി എന്ന് കുറയ്ക്കാൻ പറ്റില്ല. സാലറി ഹെഡ് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. മറ്റേത് ഹെഡിൽ നിന്നും ഇത് കുറയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് സെക്ഷൻ 41 എന്താ പറയുന്നത്? സെക്ഷൻ 41 പറയുന്നത് സെയിൽ ഓഫ് അസറ്റ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്. ഓക്കെ, എക്സെപ്റ്റ് ഇസ് ക്ലെയിംഡ് റെപ്രസെന്റിംഗ് എക്സ്പെൻഡിച്ചർ ടാക്സ് ഓൺ പ്രോഫിറ്റ് റൈസ് ഔട്ട് ഓഫ് സബ്സിക്വന്റ് സെയിൽ. നമ്മൾ സെക്ഷൻ 35 ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഒരു ക്യാപിറ്റൽ അസറ്റ്, ഓക്കെ, അത് സബ്സിക്വന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ സെല് ചെയ്യുകയാണെങ്കിൽ അതിന് ഉണ്ടാകുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സെക്ഷൻ 41(3) സെയിൽ ഓഫ് അസറ്റ് യൂസ് ഫോർ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ്. അതാണ് സെക്ഷൻ 41(3) പറയുന്നത്. അപ്പോൾ അത് ട്രാൻസ്ഫർ ഓർ സെയിൽ വിത്തൗട്ട് ഹാവിംഗ് ബീൻ യൂസ് ഫോർ അതർ പർപ്പസസ് ഓർ നോർമൽ ബിസിനസ്. അപ്പം സയന്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്യുന്ന ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഒരു അസറ്റ് അത് വിൽക്കുകയാണ്, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് മറ്റ് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല,
നമ്മൾ സയന്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്ത് ബിസിനസ്സിൽ സയന്റിഫിക് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു അസറ്റ് മറ്റ് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ, അല്ലെങ്കിൽ ആ ബിസിനസ് തന്നെ മറ്റാവശ്യങ്ങൾക്ക് സയന്റിഫിക് റിസർച്ച് അല്ലാത്ത ആവശ്യങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ നേരിട്ട് സെല്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 41(3) വിൽ ബി അട്രാക്റ്റഡ് അല്ലേ. അതിലെന്താണ് സെയിൽ കൺസിഡറേഷൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് കോസ്റ്റ് ഈസ് PGBP. അപ്പോൾ അത് വിൽക്കുമ്പം കിട്ടുന്ന സെയിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ അത് വിറ്റപ്പോൾ എനിക്ക് 10,000 രൂപ കിട്ടി, അതിൻ്റെ വിറ്റപ്പോൾ 11,000 രൂപ കിട്ടി. ഓക്കെ, സെയിൽ പ്രൊസീജ് 11,000 രൂപ കിട്ടി. അപ്പം അതിൻ്റെ കോസ്റ്റ്, ആ അസറ്റിൻ്റെ കോസ്റ്റ് 10,000 രൂപയാണ് എനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ up to 10,000 സെയിൽ കൺസിഡറേഷൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ കോസ്റ്റ് ഈസ് PGBP ഇൻകം. ഓക്കെ, up to 10,000. ഓക്കെ, നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത PGBP 35 ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത അതിൻ്റെ കോസ്റ്റാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് 100% ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് മൊത്തം PGBP ഇൻകമായിട്ട് കണക്കാക്കും. ദി എമൗണ്ട് റിയലൈസ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് യൂസ് ഫോർ സയന്റിഫിക് റിസർച്ച് ഇസ് ചാർജബിൾ അണ്ടർ PGBP in the year of sale. Lower of deduction of amount allowed under 35(1)(4) and sale proceeds is chargeable under PGBP. അപ്പം ഏതാണോ കുറവ്, നിങ്ങൾ 35(1)ൽ അതിൽ കിട്ടിയ ഡിഡക്ഷൻ ആണോ സെയിൽ പ്രൊസീഡ്സ് ആണോ, ഏതാണ് കുറവ് അത്രത്തോളം നിങ്ങൾക്ക് സെയിൽ ഇത് 11,000 കിട്ടി, പക്ഷേ ഡിഡക്ഷൻ കിട്ടിയത് 10,000 കിട്ടിയിട്ടുള്ളൂ, കോസ്റ്റിനെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ 10,000 ചാർജ് ചെയ്യത്തുള്ളൂ. എക്സസ് ഓവർ ദ ഒറിജിനൽ കോസ്റ്റ്, ഈ 11,000 ആണ് നിങ്ങൾ വിറ്റത്, 10,000 രൂപയായിരുന്നു കോസ്റ്റ്, ഇതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തത്, അങ്ങനെയാണ് 10,000 രൂപ ഒരു PGBP ഇൻകവും. എക്സസ് ഓവർ ദ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 11,000 മൈനസ് 10,000 എന്ന് പറയുന്ന എമൗണ്ട് ഈസ് ടാക്സബിൾ ആസ് ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 45. അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും. അത് ഇഫ് ആഫ്റ്റർ 3 years it is long term capital gain, if less than 3 years it is short term capital gain. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, നേരിട്ട് മറ്റ് ബിസിനസ്സിന് യൂസ് ചെയ്യാതെ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ ഏതാണ് പറയുന്നത്. ആഫ്റ്റർ ബീങ് യൂസ് ഫോർ അതർ പർപ്പസസ്, ഇപ്പം നിങ്ങൾ വിൽക്കാതെ അത് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സമയത്ത് വിൽക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം വിൽക്കുകയാണ്. ഓക്കെ, അപ്പം സയന്റിഫിക് റിസർച്ചിൽ നിന്നും മാറ്റി മറ്റ് ബിസിനസ്സിലേക്ക് മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്, റിസർച്ച് പർപ്പസിന് അല്ലാതെ മറ്റു കാര്യത്തിന് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെയിൽ കൺസിഡറേഷൻ ഷാൽ ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ റിലവന്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. അപ്പം ഇത് മാറ്റുമ്പം ഇതൊരു ബ്ലോക്കിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പം ഒരു നിങ്ങൾ നോർമൽ ബിസിനസ്സിലേക്ക് മാറ്റുമ്പോൾ ഡിപ്രിസിയേഷൻ അവിടെ സെക്ഷൻ 32 ആപ്ലിക്കബിൾ ആവും. ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, സയന്റിഫിക് റിസർച്ച് അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ കോസ്റ്റ് എത്രയാണ്, ആ ബ്ലോക്കിലേക്ക് മാറ്റുമ്പോൾ കോസ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓൾറെഡി നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള കോസ്റ്റ് ഇല്ല, അതുകൊണ്ട് കോസ്റ്റ് 0 ആണ്. അപ്പം അത് ഒരു ബ്ലോക്കിലേക്ക്, ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലേക്ക് മാറ്റണം. അത് മാറ്റുമ്പോൾ കോസ്റ്റ് 0 ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സെയിൽ കൺസിഡറേഷൻ ഷാൽ ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ റിലവന്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. അപ്പം അത് വിൽക്കുമ്പം കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് ആ പർട്ടിക്കുലർ ബ്ലോക്കിലെ സെയിൽ കൺസിഡറേഷനിൽ നിന്നും ആ ബ്ലോക്കിൽ WDV നിന്ന് കുറയണം. അപ്പോൾ സെയിൽ കൺസിഡറേഷൻ വിൽ ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ റിലവന്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്. At the time of conversion to normal business assets, the cost of acquisition shall be nil. No WDV added to the account of the asset added. അപ്പം ആ അക്കൗണ്ടിൽ WDV ആഡ് ചെയ്തില്ല. ഓക്കെ, there will not be any additional depreciation കിട്ടുകയില്ല. When it is subsequently sold, the selling price will be business income. അത് വിൽക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കും. അസറ്റ് ഓഫ് സയന്റിഫിക് റിസർച്ച് 100% deduction is obtained. അത് കൺവേർട്ടഡ് ടു നോർമൽ ബിസിനസ് ആകുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്, നോ ഡിപ്രിസിയേഷൻസ് അലൗഡ്. അത് പിന്നെ സബ്സിക്വന്റ് ആയിട്ട് സെല്ല് ചെയ്യുമ്പോൾ ബിസിനസ് ഇൻകം PGBP ആയിട്ട് കണക്കാക്കും. എൻ്റെ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ബ്രോട്ട് ടാക്സ്. Since the amount of reduction under the section 35(1)(4) is equal to the amount of expenditure, lower of the sale proceeds of deduction allowed under section 35(1)(4) will be charged to tax as income of the business in the previous year in which the asset is sold. ഓക്കെ, അപ്പം സെയിൽ പ്രൊസീഡ്സിൻ്റെ നിങ്ങൾ ഡിഡക്ഷനോ ഇല്ലെങ്കിൽ സെയിൽ പ്രൈസ് ഏതാണോ കുറവ് അത് PGBP ഇൻകമായിട്ട് കണക്കാക്കും. അടുത്തത് സെക്ഷൻ 36(1). ഓക്കെ, 36(1) ആണ്. അപ്പം 36(1) ഫാമിലി പ്ലാനിങ് എക്സ്പെൻസസ് പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. 36(1) ഫാമിലി പ്ലാനിങ് എക്സ്പെൻസസ്. അപ്പം അത് അലോബിൾ ആണ്. എക്സ്പെൻസസ് ഓൺ ഫാമിലി പ്ലാനിങ് ഈസ് അലോബിൾ. അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ ഫോർ ഫാമിലി പ്ലാനിങ്, അത് ഇൻ കേസ് കറണ്ട് പ്രീവിയസ് ഇയറിൽ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. Any revenue expenditure for promoting family planning incurred by the company is deductible as PGBP income. Okay, അപ്പോൾ PGBP ഇൻകത്തിൽ നിന്നും ആ എക്സ്പെൻസ് ഫാമിലി പ്ലാനിങ് എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാവുന്നതാണ് ആസ് പെർ 36(1)(9). Capital expenses for family planning, 1/5 of the expenses deductible in 11PY in which the expense incurred and balance immediately succeeding previous years at the rate of 20% or 1/5. എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് 5 കൊല്ലത്തേക്ക് ആയിട്ട് നമുക്ക്
ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ഓരോ കൊല്ലവും 20% വെച്ച് 1/5 വെച്ച് 5 ഇയേഴ്സിൽ ഡിഡക്ട് ചെയ്യാം. ഇപ്പോഴും റിലവൻ്റ് അല്ല, ഇപ്പോഴങ്ങനെ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ഒന്നും അങ്ങനെ വരുന്നില്ല. പക്ഷേ നേരത്തെ ഒരു സമയം ഉണ്ടായിരുന്നു, അന്ന് ഇതിൻ്റെ ഫാമിലി പ്ലാനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 36(1) കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി എംപ്ലോയീസിൻ്റെ ഫാമിലി പ്ലാനിങ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റൽ തന്നെ കെട്ടുകയും ഒരു ഡോക്ടറെ കൊണ്ടുവരികയും ചെയ്യാം. അപ്പം അതിനുവേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അത് 5 കൊല്ലം കൊണ്ട് അത് നിങ്ങൾക്ക് അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ അത് 1/5 ഓഫ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ച് 5 ഇയറിലേക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻ ഇസ് അലോവബിൾ ഓൺലി ടു കമ്പനീസ് ആൻഡ് നോട്ട് ടു അസസീസ്. ഇത് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിന് മാത്രമേ ഇത് ഈ എക്സ്പെൻസ് അലോവബിൾ ആയിട്ടുള്ളൂ. If land and building are purchased through composite agreement, then the cost of land and building shall be bifurcated on the basis of fair market value. അപ്പം ലാൻഡിന് ഇത് അവൈലബിൾ അല്ല, ലാൻഡിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലാൻഡിന് അവൈലബിൾ അല്ല. അതുകൊണ്ട് ലാൻഡും ബിൽഡിംഗും കൂടെ ചേർത്താണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ലാൻഡിൻ്റെ വാല്യൂവും ബിൽഡിങ്ങിൻ്റെ വാല്യൂവും ഫെയർ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ബൈഫർക്കേറ്റ് ചെയ്യേണ്ടതാണ്. Cost of the land is not allowable as deduction, and cost of building is allowable as deductible under section 35(1)(4). The assessee is entitled to carry forward and set off the unabsorbed part of the allowance in the same way as unabsorbed depreciation. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇൻ കേസ് നമ്മൾ PGBP പ്രോഫിറ്റ് തികയുന്നില്ല, കാര്യം നമുക്ക് എത്രയാണോ നമുക്ക് ഡിഡക്ഷൻ വരേണ്ടത് അതിൽ കൂടുതൽ അതായത് പ്രോഫിറ്റിനൊക്കെ കൂടുതൽ വരുവാണെങ്കിൽ അത് മാക്സിമം പ്രോഫിറ്റ് വരെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ. ബാക്കിയുള്ളത് ഡിപ്രിസിയേഷൻ്റെ കേസ് പറഞ്ഞ പോലെ മറ്റ് സബ്സിക്വന്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അസസ് ഇസ് എൻറ്റൈറ്റിൽഡ് ടു ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ദ അൺഅബ്സോർബ്ഡ് പാർട്ട് ഓഫ് ദ അലവൻസ് ഇൻ ദ സെയിം വേ ആസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കേസ് ചെയ്യുന്ന പോലെ തന്നെ ഈ കേസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, ഫാമിലി പ്ലാനിങ് കേസും ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ. ഓക്കെ, സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 3 lakhs. അപ്പോൾ അതിൽ നിന്നും ലെസ് നമുക്ക് അതിൽ വരുന്ന ഡിപ്രിസിയേഷൻ. ഓക്കെ, ഡിപ്രിസിയേഷനും സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഈ ഡിഡക്ഷൻ, ഇതിൻ്റെ ഡിഡക്ഷൻ ബിഫോർ പ്രോഫിറ്റ്, ഇതിൻ്റെ പ്രോഫിറ്റ് 3 lakhs ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ എക്സ്പെൻസ് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് വരുന്ന ഡിപ്രിസിയേഷനും സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതുപോലെ ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി ചേർത്ത് 4,10,000 വന്നാലും മാക്സിമം 3 lakhs കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 3 lakhs കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 1.1 lakh അല്ലെങ്കിൽ 1,10,000 എന്ന് പറയുന്നത് അൺഅബ്സോർബ്ഡ് പോർഷൻ ആയിട്ട് കിടക്കും. ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം ചേർന്ന് 5 lakhs. അങ്ങനെ 2 കേസ് നോക്കാം. ഈ 2 കേസിലും ഈ പ്രോഫിറ്റ് ബിഫോർ ഈ ഡിപ്രിസിയേഷൻ ഇല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് അല്ലെങ്കിൽ റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം ചേർന്ന് 5 lakhs ആണെന്ന് ഇരിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഡിപ്രിസിയേഷൻ 3,60,000 സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2,50,000 അതുപോലെ ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2 lakhs ആണെങ്കിൽ കേസ് 1 നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിപ്രിസിയേഷൻ മൊത്തമായിട്ട് എടുക്കുന്നു. 3,60,000 എടുത്തു. സെക്കൻഡ് കേസിൽ 50,000 എടുത്തുള്ളൂ. ഡിപ്രിസിയേഷൻ 50,000 നമ്മൾ എടുത്തുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അത് ഏത് രീതി വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റും. അപ്പം ഡിപ്രിസിയേഷൻ ഫസ്റ്റ് കേസിൽ മൊത്തമായിട്ട് എടുത്തു, അപ്പോൾ ഡിപ്രിസിയേഷൻ ഇല്ലായി. ഓക്കെ, പക്ഷേ സെക്കൻഡ് കേസിൽ 50,000 മാത്രമേ കുറച്ചുള്ളൂ. പിന്നെ സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫസ്റ്റ് കേസിൽ 1,40,000 എടുത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെ 5 lakhs ആയി, മൊത്തം 5 lakhs കഴിഞ്ഞു. ഇനി വേറൊന്നിനും ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പം ഇതിൽ 1,40,000 പോയി കഴിഞ്ഞ് ബാലൻസ് 1,10,000 ഉണ്ട്. അത് എന്താണ്, അത് അൺഅബ്സോർബ്ഡ് സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാക്കി കിടക്കും. അതുപോലെ ഫസ്റ്റ് കേസിൽ ഇത് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ മൊത്തമായിട്ട് എടുത്തു, നില്ലാണ്. ബാക്കിയുള്ളത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ നില്ലായി. ഓക്കെ, ഇനി തേർഡ് കേസിൽ ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് മൊത്തമായിട്ട് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് മാറും ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ നിങ്ങൾ ഇത് ഡിപ്രിസിയേഷൻ 50,000 എടുത്തുള്ളൂ. പിന്നെ ഈ സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മൊത്തം എടുത്തു. 2,50,000 2 lakhs ആണ്. അപ്പം മൊത്തം 5 lakhs അവിടെ ആയി. അത് കഴിയുമ്പോൾ PGBP 2 കേസിലും നില്ലാണ്. ഓക്കെ, അപ്പം അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ സെക്കൻഡ് കേസിൽ എത്രയാണ്, 3,60,000 നിന്നും
50,000 പോയി ബാക്കി 3,10,000 അൺഅബ്സോർബ്ഡ് ഡിപ്പോസിഷൻ ആയിട്ട് കിടക്കും. പക്ഷേ മറ്റു രണ്ട് കേസിൽ ഫുള്ളായിട്ട് എടുത്തുള്ളതുകൊണ്ട് സെക്കൻഡ് കേസിൽ അത് രണ്ടും നില്ലാണ്. അൺഅബ്സോർബ്ഡ് സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അൺഅബ്സോർബ്ഡ് ഫാമിലി പ്ലാനിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നില്ലായിട്ട് വരും ഈ ഒരു കേസിൽ. ട്രീറ്റ്മെന്റ് ക്യാൻ ബി എനി ഫാഷൻ ആസ് യു വിഷ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അതിന് കുഴപ്പമില്ല, ചെയ്യാവുന്നതാണ്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിൽ രണ്ട് കേസ്. ഒരു കേസ് എന്താണ്, പ്രോഫിറ്റ് ബിഫോർ സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിപ്രിസിയേഷൻ എല്ലാം കൂടെ 5 lakhs ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1.5 lakhs, സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ 5.5, ഡിപ്രിസിയേഷൻ 2.5, ഫാമിലി പ്ലാനിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1 lakh, ഇങ്ങനെയാണ് ഇരിക്കട്ടെ. സെക്കൻഡ് കേസിൽ സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ 4,80,000, ബാക്കിയെല്ലാം 1.5, 2.5, 1 lakhs എല്ലാം സെയിം തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പ്രോഫിറ്റ് ബിഫോർ സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ 5 lakhs, രണ്ട് കേസിലും അത് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PGBP ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം നമുക്കറിയാം, രണ്ട് കേസിലും സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ അതിന് 100% റിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഫാമിലി പ്ലാനിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിപ്രിസിയേഷൻ 5 lakhs അതിൽ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ഫസ്റ്റ് കേസിൽ 5,50,000 മാക്സിമം 5 lakhs കുറയ്ക്കാൻ പറ്റും. ഓക്കെ, 5 lakhs കുറച്ച് കഴിയുമ്പോൾ PGBP ഇൻകം നില്ലാവും. ഓക്കെ, അപ്പം അത് ബാക്കിയുള്ള ഈ 5 lakhs കഴിഞ്ഞിട്ട് അപ്പം സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ ബാലൻസ് അൺഅബ്സോർബ്ഡ് അതിൽ 50,000 ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അതുപോലെ ഡിപ്രിസിയേഷൻ മൊത്തം അൺഅബ്സോർബ്ഡ് ആയിട്ട് 2.5 lakhs കിടക്കും. ഫാമിലി പ്ലാനിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൊത്തം 1 lakh അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും 1.5 lakhs ഉണ്ട്. അപ്പം അത് ബാലൻസ് ഇത്രയും അൺഅബ്സോർബ്ഡ് ആയിട്ട് അവിടെ കിടക്കും. സെക്കൻഡ് കേസിൽ സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ 4.8 lakhs മൊത്തമായിട്ട് കുറയ്ക്കുവാണെങ്കിൽ ബാക്കി 20,000 വന്നു. അത് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ബാക്കി 20,000 വരും. 20,000 സോറി, റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, അത് ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ പറ്റും. ഈ 20,000 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ നമുക്കുള്ള 2.5 lakhs നിന്നും 20,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ സെക്കൻഡ് കേസ് 2.3 lakhs ആയിട്ട് വരും. ഫാമിലി പ്ലാനിംഗ് എക്സ്പെൻസസ് മൊത്തമായിട്ട് വരും 1 lakh. അതുപോലെ തന്നെ എന്താണ് സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൊത്തം നമുക്ക് 1.5 lakhs വരും. ഓക്കെ, അപ്പോൾ PGBP ഇൻകം നമുക്ക് എന്താ PGBP ഇൻകം നില്ലായിട്ട് വരും, രണ്ട് കേസിൽ നില്ലായിട്ട് വരുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. X Limited furnishes the following particulars for the previous year 24-25. Compute the deduction allowable under section 35 on assessment year 2026 while computing income under head PGBP. Amount paid to IISc Bangalore for scientific research 1 lakh. Amount paid to IIT Delhi for approved scientific research program 2.5 lakhs. Amount paid to X Limited, a company registered in India whose main objective is to carry out scientific research and development and is approved by prescribed authorities 4 lakhs. Expenditure incurred on in-house R&D and approved by prescribed authority. Revenue expenses on scientific research 3 lakhs. Capital expenditure including cost of acquisition of land 5 lakhs of scientific research is 7.5 lakhs. ഈ ഒരു കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ computation of deduction under section 35 for the assessment year 2026. ഷിഫ്റ്റ് അപ്പം ഇവിടെ രണ്ട് കേസുണ്ട്. നമുക്ക് ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് റെജിം, പേയിങ് ടാക്സ് അണ്ടർ 155 ടാക്സ് ഡിഫോൾട്ട് റെജിം. രണ്ട് കേസ് ഇവിടെ വരും, ഓൾഡ് റെജിമും ന്യൂ റെജിമും ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഔട്ട്സൈഡ് ഏജൻസീസിന് IISc IIT പോലുള്ള ഔട്ട്സൈഡ് ഏജൻസീസിന് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ മാത്രമേ അത് അവൈലബിൾ ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് കിട്ടുകയില്ല. അപ്പം ഈ നിങ്ങൾ പുതിയ ഡിഫോൾട്ട് ടാക്സ് റെജിമിലാണെങ്കിൽ
ഈ പറയുന്ന എക്സ്പെൻസുകളൊന്നും അലോ ചെയ്തില്ല, എല്ലാം നില്ലായിരിക്കും. അല്ലെങ്കിൽ ഇത് ഓൾഡ് റിജീം ആണെങ്കിൽ മാത്രമേ IASCക്കും IITക്കും എക്സ് ലിമിറ്റിനൊക്കെ കൊടുത്തിട്ടുള്ള ഈ പറയുന്ന എമൗണ്ടുകൾ അലോ ചെയ്യാൻ പറ്റുള്ളൂ, 100% ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. അത്തരം കേസുകളിൽ ഇത് അലോഡാണ്. ഓക്കെ, ഓൾഡ് റിജീമിൽ ഇത് അലോഡാണ്, ന്യൂ റിജീമിൽ ഇത് അലോഡല്ല. സെക്കൻഡ് കേസിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ 2 കേസ് പറഞ്ഞു. റവന്യൂ എക്സ്പെൻഡിച്ചർ സയന്റിഫിക് റിസർച്ച് അത് അലോഡാണ്, 2 കേസിലും അലോഡാണ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലാൻഡിന് അലോഡല്ല, അതുകൊണ്ട് മൊത്തം 7,50,000 നിന്നും 5 lakhs നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ് ബാക്കിയുള്ള 2.5 lakhs മാത്രമേ ഇത് അലോഡായിട്ടുള്ളൂ. ഫസ്റ്റ് കേസിൽ എല്ലാ എമൗണ്ടും ഇതിനകത്ത് എടുക്കാൻ പറ്റും. ടോട്ടൽ 13 lakhs എടുക്കാം. അത് ഓൾഡ് റിജീമിൽ. ന്യൂ റിജീമിലാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് 2 ഡീറ്റ്സ്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിംഗ് ലാൻഡ് മാത്രമേ എടുക്കാൻ പറ്റും. ടോട്ടൽ 5.5 lakhs മാത്രമേ അലോഡായിട്ട് ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ ബയോമെഡിക്കൽസ് ലിമിറ്റഡ് മാനുഫാക്ചർ ദ ഫോളോയിങ് എക്സ്പെൻസസ് ബൈ ഇൻകേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് സയന്റിഫിക് റിസർച്ച്. അപ്പോൾ ഇയർ എൻഡഡ് 31/3/22, ലാൻഡ് 10 lakhs, പിന്നെ എന്താണ് ബിൽഡിംഗ് 25 lakhs, P&M 5 lakhs, raw material 2.2 lakhs, 31/3/25 raw materials and salary 1.8 lakh. The business is commenced on 1924. അപ്പോൾ ബിസിനസ് കമൻസ് ചെയ്ത് 1924. അപ്പോൾ ആ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 24-25 ആണ്. 24-25 ഒറ്റ എക്സ്പെൻസ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. 31/3/24 റോ മെറ്റീരിയൽസ് ആൻഡ് സാലറി മാത്രമേ 1.8 lakhs. ബാക്കിയെല്ലാം പ്രീവിയസ് ഇയറിലാണ്. അതിന് മുമ്പുള്ള 3 കൊല്ലത്തേക്കുള്ള പ്രീവിയസ് ഇയറിലെ ആണ് ഈ കാണിച്ചിരിക്കുന്ന എക്സ്പെൻസ്. അതിൽ ലാൻഡ് അലോബിൾ അല്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കോസ്റ്റും നമുക്ക് ഇവിടെ കണക്കാക്കാവുന്നതാണ്. ഇൻ വ്യൂ ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ബെറ്റർ മോഡൽ ഓഫ് P&M, the existing plant machinery was sold at 8 lakhs on 1325. 1325 ആ ഒരു പ്രീവിയസ് ഇയറിൽ തന്നെ ബിസിനസ് കമൻസ് ചെയ്ത് അതേ പ്രീവിയസ് ഇയറിൽ തന്നെ എന്താണ് ഈ P&M സെല് ചെയ്തു. ഇപ്പം P&M 5 lakhs ആയിരുന്നു, സെല് ചെയ്തു 8 lakhs സെല് ചെയ്തു. ഓക്കെ, അതിന്റെ കോസ്റ്റ് 5 lakhs ആയിരുന്നു, സെയിൽ പ്രൈസ് 8 lakhs ആണ്. ഡിസ്കസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി അബോവ് ഫോർ ദ അസസ്മെന്റ് ഇയർ 25-26. അസസ്മെന്റ് ഇയർ 25-26 എന്ന് പറഞ്ഞാൽ 24-25 പ്രീവിയസ് ഇയർ, along with the brief computation of the deduction permissible under section 35, assuming that necessary conditions have been fulfilled. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് പെർ സെക്ഷൻ 35 കമ്പനി എൻഗേജ്ഡ് ഇൻ ബയോടെക്നോളജി ഇൻകേഴ്സ് എനി എക്സ്പെൻസസ് ഓൺ സയന്റിഫിക് റിസർച്ച് 100% ഡിഡക്ഷൻസ് അലൗബിൾ. അപ്പോൾ അതിന് 100% ഡിഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ദ എലിജിബിൾ എക്സ്പെൻഡിച്ചർ വിൽ ബി ആസ് ഫോളോസ്. അപ്പോൾ അതിൽ ലാൻഡ് ഒഴിച്ച് ബാക്കിൽ അതിന് കൊടുക്കാൻ പറ്റും. അപ്പം കറണ്ട് പ്രീവിയസ് ഇയർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർ സയന്റിഫിക് റിസർച്ച്, കറണ്ട് പ്രീവിയസ് ഇയറിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും 100%. പിന്നെ any expenditure incurred for the salary and raw material for the last 3 years immediately preceding the date of commencement of the business കൊടുക്കാൻ പറ്റും. Deduction available under section 35 for scientific research will be എന്തൊക്കെയാണ്? ലാൻഡ് നമുക്ക് അത് അലോബിൾ അല്ല. പിന്നെ പ്രീവിയസ് ഇയർ നമുക്ക് പ്രീവിയസ് ഇയറിലെ ബിൽഡിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബിൽഡിങ് ഫുൾ ഡിപ്രിസിയേഷൻ കിട്ടും. റവന്യൂ എക്സ്പെൻസ് ഫോർ ദ പാസ്റ്റ് 3 years റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് പറയുന്നത്? റോ മെറ്റീരിയൽസ് റവന്യൂ എക്സ്പെൻഡിച്ചർ അത് ഫുൾ 2.2 lakhs കൊടുക്കാൻ പറ്റും. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 5 lakhs ഉണ്ട്. ഓക്കെ, P&M 5 lakhs, ആ 5 lakhs മൊത്തം കൊടുക്കാൻ പറ്റും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 32.2 lakhs. ഇനി കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ 24-25 കറണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ 1.8 lakhs ആണ്. റോ മെറ്റീരിയൽ സാലറി അത് മൊത്തമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ 34 lakhs ഡിഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്ഷൻ 43 provide that where the capital asset of scientific research is sold without having been used for other purposes. നമ്മളപ്പം ഇത് കമൻസ് അതേ ഇയർ ഇത് സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, അത് വേറെ ബിസിനസ്സിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തത് 8 ലക്ഷത്തിനാണ്, 8 lakhs സെല്ല് ചെയ്തിരിക്കുന്നത്. ഇൻ വ്യൂ ഓഫ് ദ അവൈലബിൾ ബെറ്റർ മോഡൽ ഓഫ് പ്ലാന്റ് മെഷീനറി ദ എക്സിസ്റ്റിംഗ് P&M were sold at an expense of സെയിൽ പ്രൈസ് ഓഫ് 8 lakhs on 1/3/25 എന്ന് പറഞ്ഞാൽ അതേ 24-25 തന്നെ അതേ പ്രീവിയസ് ഇയറിൽ തന്നെ വിറ്റു. വിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്താണ് അത് സെയിൽ പ്രൊസീഡ്സ് നമുക്ക് 8 lakhs വിറ്റു. അതിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? 5 lakhs ആയിരുന്നു. അപ്പം അപ് ടു ദ കോസ്റ്റ് അത് PGBP ഇൻകമാണ്. ആക്ച്വൽ കോസ്റ്റ് 5 lakhs വിൽ ബി ഡീംഡ് ബിസിനസ് ഇൻകം ഉണ്ട് സെക്ഷൻ 41(3). എക്സസ് ഓവർ 5 lakhs, ബാക്കിയുള്ള 5 lakhs എന്ന് പറഞ്ഞാൽ സെയിൽ പ്രൈസ് മോർ ദാൻ ദ കോസ്റ്റ് ആണ്. അപ്പം 5 lakhs നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. അതിന് മുകളിലുള്ള 3 lakhs വിൽ ബി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആസ് പെർ 41(3) വിത്തിൻ 3 years ആയതുകൊണ്ട്. അപ്പോൾ സെയിൽ പ്രൊസീഡ്സ് ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി 8 lakhs ലെസ് ബിസിനസ് income as per section 41(3) 5 lakhs, short term capital gain 3 lakhs. In-house research അല്ലാതെ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ അസസി ടു ഔട്ട്സൈഡേഴ്സ്, ഔട്ട്സൈഡ് ഏജൻസികൾക്ക് സയന്റിഫിക് റിസർച്ചിന് വേണ്ടി പൈസ പേ ചെയ്യുകയാണെങ്കിൽ അതിന് അസസി ഡിഫോൾട്ട് റെജീമിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അത് അലോവബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ഉള്ള കേസുകൾ
നമ്മൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെക്ഷൻ 35(2)AA നാഷണൽ ലബോറട്ടറീസ് IIT, IIM, IISc പോലെയുള്ള അത് 100% ഡിഡക്ഷൻ കിട്ടും. ബട്ട് ഇത് ഈ പറയുന്ന കേസുകൾ, ഞാൻ ഈ ഇപ്പം പറയാൻ പോകുന്ന 4 കേസുകൾ പറയുകയാണെങ്കിൽ 4 കേസും അത് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഡിഫോൾട്ട് റെജീമിൽ നിന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, 100% ഡിഡക്ഷൻ കിട്ടും വെദർ റിലേറ്റഡ് ടു ബിസിനസ് ഓർ നോട്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് 35(2)AA എന്ന് പറയുന്നത് 2AA നാഷണൽ ലബോറട്ടറീസ്, IITs, IIM, IISc. ഇനി 35(1)(2) അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റി, കോളേജ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 1(2)A കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ഹാവിംഗ് ഇറ്റ്സ് മെയിൻ ബിസിനസ് സയന്റിഫിക് റിസർച്ച്. ഇനി 1(3) ഉണ്ട്. 1(3) അപ്രൂവ്ഡ് നോട്ടിഫൈഡ് സോഷ്യൽ സയൻസ് സ്റ്റാറ്റിക്കൽ റിസർച്ച് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റി, കോളേജ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സോഷ്യൽ സയൻസ് സ്റ്റാറ്റിക്കൽ റിസർച്ച്, നേരത്തെ പറഞ്ഞത് സയന്റിഫിക് റിസർച്ച് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഈ പറയുന്ന എല്ലാ കേസിലും 100% ഡിഡക്ഷൻ അത് കിട്ടും, അത് വെദർ റിലേറ്റഡ് ബിസിനസ് ഓർ നോട്ട്. പക്ഷേ അതിന് ഡിഫോൾട്ട് റെജീമിൽ നിന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യണം, അത് മാത്രമേ കിട്ടുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് സയന്റിഫിക് റിസർച്ച് ഷുഡ് ബി അപ്രൂവ്ഡ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. ഇത് എല്ലാം പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്യുകയും വേണം. ഓക്കെ, ഈ ഒരു കേസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് DSIR, which is the prescribing authority in this case. To get deduction, assessee must opt out of default tax regime 115 BAC. സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക് റിസർച്ച് അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ തന്നെ സെക്ഷൻ 35(1)(3) ആണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു 35(1)(3) പറഞ്ഞു. 35(1)(3) അപ്രൂവ്ഡ് സോഷ്യൽ സയൻസ് സ്റ്റാറ്റിക്കൽ റിസർച്ച് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റി, കോളേജ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 100% is allowed with related to business or not. The deductions above shall not be denied merely on the ground that after payment of the sum, approval to aforesaid donee entities has been withdrawn. അപ്പം നമ്മൾ ഇത് നോട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിനിപ്പം എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അപ്രൂവൽ വിഡ്രോ ചെയ്യുകയാണ്, എന്നാൽ തന്നെ ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഈ സെക്ഷൻ 41(3) അനുസരിച്ച് നമ്മൾ എന്താ പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമുക്ക് ഡിഡക്ഷൻ കിട്ടിയ 35 അനുസരിച്ച് സെക്ഷൻ 35 അനുസരിച്ച് ഡിഡക്ഷൻ കിട്ടിയ ഒരു കേസിൽ ആ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, സെൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട കേസാണ്. ആ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, അപ് ടു കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ എത്രത്തോളം കിട്ടി അതുവരെ അത് ബിസിനസ് ഇൻകമായിട്ടും ബാലൻസ് ഉള്ളത് ക്യാപിറ്റൽ എക്സ്പെൻസുമായിട്ടും കണക്കാക്കും. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 41(4) ബാഡ് ഡെപ്റ്റിന്റെ കേസാണ് പറയുന്നത്. അപ്പം നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അത് കൺസിഡർ ചെയ്ത എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അപ്പം ബുക്ക് ഓഫ് അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് പിന്നെ നമുക്ക് റിക്കവർ ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് 1 lakh നമ്മൾ 40,000 ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അതിന് വേണ്ട നെസറി ഇൻക്രീസ് നടത്തി കഴിഞ്ഞ് നമ്മളത് ഡിഡക്ഷൻ അത് ക്ലെയിം ചെയ്യുകയും ചെയ്തു. ബാഡ് ഡെപ്റ്റിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് നമുക്കത് റിക്കവറി പിന്നെ നമുക്ക് 70,000 തിരിച്ചു കിട്ടണം. മൊത്തം 1 lakh ഉണ്ടായിരുന്നു. 1 lakhൽ നമുക്ക് 40,000 നമ്മൾ ബാഡ് ഡെപ്റ്റ് ആക്കി. അതിൽ പിന്നെ സമയത്ത് നമുക്ക് 70,000 തിരിച്ച് കിട്ടുക. 70,000 തിരിച്ച് കിട്ടുമ്പം അതിൽ 60,000 ഓൾറെഡി നമുക്ക് കിട്ടാനുള്ളതാണ്. അത് കഴിച്ചുള്ള ബാക്കി 10,000 മാത്രം PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ എനി ഡെപ്റ്റ് പാർട്ട് thereof which becomes bad shall be allowed deduction. ഓക്കെ, അത് 36(1)(7) 32 അനുസരിച്ച്. It is assessee's privilege to declare bad debts and assessing officer cannot challenge that. ബാഡ് ഡെപ്റ്റ് ആയി ഡിക്ലെയർ ചെയ്യുമല്ലോ എന്നുള്ളത്, അത് ബാഡ് ഡെപ്റ്റ് ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അസസ്സിയാണ്. അത് അസസിംഗ് ഓഫീസറിന് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ 1 lakh ഈസ് റിക്കവറബിൾ ഫ്രോം ഡെപ്റ്റർ എ അല്ലേ. മിസ്റ്റർ എയിൽ നമുക്ക് 1 ലക്ഷം കിട്ടാനുണ്ട്. അതിൽ 40,000 റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെപ്റ്റ് 31/3/2009. സബ്സിക്വൻ്റ്ലി 31/3/2025 70,000 റിക്കവർ ചെയ്തു ബാഡ് ഡെപ്റ്റ് ആയിട്ട്. ഈ പറയുന്ന 1 lakh 40,000 ബാഡ് ഡെപ്റ്റ് ആയിട്ട് 70,000 റിക്കവർ ചെയ്തു. അപ്പോൾ അതിൽ 60,000 shall be deemed to have been recovered towards debt. അപ്പം നമ്മൾ ഓൾറെഡി 1 lakh കിട്ടാണ്ട് 60,000 ഓൾറെഡി കിട്ടാനുണ്ട്. അതിനകത്ത് 40,000 ബാഡ് ഡെപ്റ്റ് ആക്കിയുള്ളൂ. അതിൽ 60,000 ആ ഡെപ്റ്റ് റിക്കവർ ചെയ്തിട്ട് കണക്കാക്കി 10,000 towards recovery ബാഡ് ഡെപ്റ്റ് ഓഫ് 40,000. അപ്പോൾ ഹെൻസ് അപ്പോൾ ഓൾറെഡി 40,000 റൈറ്റ് ഓഫ് ചെയ്തതാണ്. അതുകൊണ്ട് 10,000 will be treated as income in the previous 24-25 under PGBP and taxable under section 41(4). This shall apply even if the business or profession is no longer exist in the previous year in which recovery is made. ഓൾറെഡി ആ ബിസിനസ് നിന്ന് പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ ബിസിനസ് സ്റ്റോപ്പ് ആയിരിക്കും. എന്നാൽ തന്നെയും ഇത് ആപ്ലിക്കബിൾ ആണ്, ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.
ഫോർ ദ പർപ്പസ് ഓഫ് സബ്സെക്ഷൻ 3. ഓക്കെ, മണീസ് പേബിൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ മണീസ് പേബിൾ എന്ന് ടേം ഉണ്ട്. അത് പറയുന്നത് അത് മണീസ് പേബിൾ എന്ന് പറഞ്ഞാൽ എനി ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ. Okay, that includes any insurance, salvage or compensation money payable in respect thereof. Where the building, machinery, plant or furniture is sold, the price for which it is sold. Okay. Now, an important note ennaanu, if the assessee opts to pay tax under default tax regime under 115 BAC, in-house research expense 100% return കിട്ടും. കോൺട്രിബ്യൂഷൻ ടു ഔട്ട്സൈഡേഴ്സ് ഇല്ല. അതായത് നമ്മൾ പറഞ്ഞു IIT, IIC പോലെയുള്ള മറ്റുള്ള ഏജൻസികൾ കൊടുക്കുന്ന നമ്മൾ പൈസ പേ ചെയ്യുകയാണെങ്കിൽ, നോട്ടിഫൈഡ് യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനത്തെ പേ ചെയ്യുകയാണെങ്കിൽ അത് ഡിഫോൾട്ട് ടാക്സ് റെജീം ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടുകയില്ല. The opts to pay tax under default tax regime, 100% deductions in respect the following sections are not allowed. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 35(2)AA, നാഷണൽ ലബോറട്ടറീസ്, IIT, IIM എല്ലാം പോലെയുള്ളത്. പിന്നെ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ഹാവിംഗ് ഇറ്റ്സ് മെയിൻ ബിസിനസ് ആസ് സയന്റിഫിക് റിസർച്ച്. ഓക്കെ, ഈ പറയുന്നതൊക്കെ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച്, DSIR, പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കിട്ടുകയില്ല. പിന്നെ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റി, കോളേജ് ഫോർ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് റിസർച്ച്, ഇതൊന്നും നമുക്ക് ഡിഫോൾട്ട് ടാക്സ് റെജീം എന്താ ഓപ്റ്റ് വേണമെങ്കിൽ കിട്ടുകയില്ല. ഓൾഡ് റെജിമിൽ മാത്രമേ ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 35(2)AB, ഇൻഹൗസ് റിസർച്ച് ബൈ SSC, capital plus revenue. In-house research expenses by SSC, only companies. Where a company engaged in the business of biotechnology or in any business of manufacture or production or any article or thing, not being article specified in 11 schedule. Okay, അപ്പം ബയോടെക്നോളജി പോലെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കമ്പനികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് സ്ട്രിക്റ്റ് ഉള്ളതായിരിക്കണം. വേറെ കമ്പനി എൻഗേജ് ചെയ്ത് ബിസിനസ് ഓഫ് ബയോടെക്നോളജി ഓർ ഇൻ എനി ബിസിനസ് ഓർ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ബിസിനസ് ആയിരിക്കണം, ഇല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം. ബയോടെക്നോളജിയോ മാനുഫാക്ചറിങ്ങോ പ്രൊഡക്ഷനോ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക്. ഓക്കെ, പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 11 ഷെഡ്യൂളിൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ സിഗരറ്റ് അല്ലെങ്കിൽ മദ്യം പോലെയുള്ള പ്രൊഡക്ഷൻ അതിന് ഈ പ്രൊഡക്ഷൻ കിട്ടുകയില്ല. ഇല്ലാതുള്ളതിന് ഇൻഹൗസ് റിസർച്ച് എന്നുള്ളതിന് 100% ഡിഡക്ഷൻ കിട്ടും. 100% അപ്രൂവ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആർ നോട്ട് അലൗഡ് ഇൻ ദിസ് സെക്ഷൻ, ബട്ട് ബിൽഡിംഗ് ഇസ് അലൗഡ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടില്ല, അതായത് ബിൽഡിങ്ങിന് മാത്രമായിട്ട് കിട്ടും. അണ്ടർ സെക്ഷൻ 31(4). ലാൻഡ് ഈസ് ആൻ അപ്രീഷ്യബിൾ അസറ്റ്, അതുകൊണ്ട് അതിന് കിട്ടുകയില്ല.